Students, the next topic we are going to discuss here CVP analysis. That means cost, volume, profit analysis. First, what is the meaning of CVP analysis? That means cost, volume, profit analysis. It is also commonly referred to as break-even analysis, but it is only a part of CVP analysis. ബ്രേക്ക് ഈവൺ അനാലിസിസ് എന്ന് പറയാറുണ്ട്, പക്ഷേ അത് ആക്ച്വലി എന്താണ്, കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ് അനാലിസിസിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. CVP അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇറ്റ് ഈസ് ദി അനാലിസിസ് ഓഫ് 3 വേരിയബിൾസ്. CVP, ദാറ്റ് മീൻസ് കോസ്റ്റ്, വോളിയം ആൻഡ് പ്രോഫിറ്റ്. അതിൻ്റെ മൂന്നിൻ്റെയും, അതായത് കോസ്റ്റിൻ്റെയും വോളിയത്തിൻ്റെയും പ്രോഫിറ്റിൻ്റെയും അനാലിസിസാണ് കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. മീനിങ് ചോദിക്കുമ്പോൾ എങ്ങനെ എഴുതണം? കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ് അനാലിസിസ് ഈസ് ദി അനാലിസിസ് ഓഫ് 3 വേരിയബിൾസ്, നെയ്മലി കോസ്റ്റ്, വോളിയം ആൻഡ് പ്രോഫിറ്റ്. അപ്പോൾ അങ്ങനെ എഴുതിയാൽ മതി മീനിങ് ചോദിക്കുകയാണെങ്കിൽ. ഓക്കെ, ദെൻ ഇവിടെ കമ്പനീസ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ് എല്ലാം അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ വേ ഫോർ കമ്പനീസ് ടു ഡിറ്റർമൈൻ ഹൗ ചേഞ്ചസ് ഇൻ കോസ്റ്റ്, അത് വേരിയബിൾ കോസ്റ്റോ ഫിക്സഡ് കോസ്റ്റോ ആയിക്കോട്ടെ, എങ്ങനെയാണ് ഇതിനകത്ത് ചേഞ്ചസ് വരുന്നത്. ആൻഡ് സെയിൽസ് വോളിയം എഫക്റ്റ് കമ്പനീസ് പ്രോഫിറ്റ്, എങ്ങനെയാണ് സെയിൽസ് വോളിയം കമ്പനിയുടെ പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാണ്. പ്രോഫിറ്റ് അല്ലെങ്കിൽ വോളിയത്തിൽ ചേഞ്ച് വരുന്നതിനനുസരിച്ച്, കോസ്റ്റിൽ മാറ്റം വരുന്നതിനനുസരിച്ചിട്ടാണല്ലോ പ്രോഫിറ്റിൽ ചേഞ്ച് വരുന്നത്. വോളിയത്തിൽ ചേഞ്ച് വരുമ്പോൾ പ്രോഫിറ്റിൽ എങ്ങനെയാണ് മാറ്റം വരുന്നത്, കോസ്റ്റിൽ എങ്ങനെയാണ് ചേഞ്ച് വരുന്നത്, അത് ഫിക്സഡ് കോസ്റ്റിൽ എങ്ങനെയാണ്, വാരിയബിൾ കോസ്റ്റിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നത്. ഇതൊക്കെ അനലൈസ് ചെയ്യാണ് കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ് അനാലിസിസിലൂടെ ചെയ്യുന്നത്. ത്രൂ ദിസ് ടെക്നിക്ക് കമ്പനി ക്യാൻ ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ഓവറോൾ പെർഫോമൻസ്. ഇതിലൂടെ കമ്പനിക്ക് ഓവറോൾ പെർഫോമൻസ് എത്രയാണെന്നുള്ളത്, എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, CVP അനാലിസിസിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഇറ്റ് ഹെൽപ്പ് ടു മാനേജ്മെൻറ്റ് ഇൻ ഡിറ്റർമിനിങ് പ്രൈസിങ് പോളിസി ഡിറ്റർമിൻ ചെയ്യാൻ മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഫോർകാസ്റ്റ് പ്രോഫിറ്റ് ആക്യുറേറ്റ്ലി, കറക്റ്റായിട്ട് പ്രോഫിറ്റ് ഫോർകാസ്റ്റ് ചെയ്യാൻ സഹായിക്കും. ആൻഡ് അച്ചീവ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും സഹായിക്കും. ടു ഇവാലുവേറ്റ് പെർഫോമൻസ് ഓഫ് ബിസിനസ്സിൻ്റെ പെർഫോമൻസ് മനസ്സിലാക്കാൻ, ഇവാലുവേറ്റ് ചെയ്യാൻ, വിലയിരുത്താൻ സഹായിക്കും. ആൻഡ് ടു ഡിറ്റർമിൻ ബ്രേക്ക് ഈവൺ പോയിൻറ്റ്, BEP പോയിൻറ്റ് ഡിറ്റർമിൻ ചെയ്യാനും സഹായിക്കും. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലത്തിലൂടെ പഠിക്കുന്നുണ്ട്. ആൻഡ് ദ ടെക്നിക്ക് ഓഫ് CVP അനാലിസിസിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ. ഫസ്റ്റ് വൺ, കോൺട്രിബ്യൂഷൻ മാർജിൻ അനാലിസിസ് ഇതിലൊരു വരുന്നൊരു ടെക്നിക്കാണ്. ബ്രേക്ക് ഈവൻ അനാലിസിസ് CVP അനാലിസിസിൻ്റെ ഒരു പാർട്ടാണ്. പ്രോഫിറ്റ് വോളിയം അനാലിസിസ് ഇതിൻ്റെ ഒരു പാർട്ടാണ്. ആൻഡ് മാർജിൻ ഓഫ് സേഫ്റ്റി അനാലിസിസും ഇതിൻ്റെ പാർട്ടായിട്ട് വരുന്നു. അതായത് ഈ CVP അനാലിസിസിൽ വരുന്ന ഡിഫറെൻറ്റ് ടെക്നിക്കാണ് ഈ 4. കോൺട്രിബ്യൂഷൻ മാർജിൻ, ബ്രേക്ക് ഈവൻ അനാലിസിസ് ആൻഡ് പ്രോഫിറ്റ് വോളിയം അനാലിസിസ് ആൻഡ് ലാസ്റ്റ് വൺ മാർജിൻ ഓഫ് സേഫ്റ്റി അനാലിസിസ്. ഇത്രയും CVP അനാലിസിസിൽ വരുന്ന ടെക്നിക്കാണ്. ഇനി CVP അനാലിസിസും ബ്രേക്ക് ഈവൻ അനാലിസിസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ബ്രേക്ക് ഈവൻ അനാലിസിസ് ഈസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ടെക്നിക്ക് ഓഫ് CVP അനാലിസിസിൻ്റെ ഒരു പാർട്ടാണ് ബ്രേക്ക് ഈവൻ അനാലിസിസിൽ. CVP അനാലിസിസിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ വൈഡായിട്ട് പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. CVP അനാലിസിസ് ഈസ് ബ്രോഡർ ദാൻ ബ്രേക്ക് ഈവൻ അനാലിസിസ്. CVP അനാലിസിസിലാണ് ബ്രോഡർ ടേം, അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. CVP അനാലിസിസ് ഇൻക്ലൂഡ് ദ സ്റ്റഡി ഓഫ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. CVP അനാലിസിസിൽ ബ്രേക്ക് ഈവൻ അനാലിസിസ് ഉൾപ്പെടുന്നുണ്ട്. അതേപോലെ സ്റ്റഡി ഓഫ് എഫക്റ്റീവ് ചേഞ്ചസ് ഇൻ പ്രൈസിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള പഠനം, വാരിയബിൾ കോസ്റ്റിൽ വരുന്ന ചേഞ്ചസ്, ഫിക്സഡ് കോസ്റ്റിൽ വരുന്ന ചേഞ്ചസ്, വോളിയത്തിൽ വരുന്ന ചേഞ്ചസ്, അത് റെലവൻറ്റ് ഫാക്ടേഴ്സ് ഓൺ പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റ് ഫാക്ടേഴ്സിനെ കുറിച്ചെല്ലാം ഇതിനകത്ത് പഠിക്കുന്നുണ്ട് CVP അനാലിസിസിൽ. അപ്പോൾ അതൊരു ബ്രോഡ് കോൺസെപ്റ്റാണ്, അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? CVP അനാലിസിസിന് മീനിങ്, ഒബ്ജക്റ്റീവ്സ്, അതിൽ വരുന്ന ടെക്നിക്ക് ഏതൊക്കെയാണ്, ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ CVP അനാലിസിസ് ആൻഡ്